എന്റെ ഫോൺ ഓഫ് ആയിരുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് പോവാം. ഇന്നലെ ഞാൻ കുറെ പ്രാവശ്യം എന്നെ വിളിച്ചല്ലോ. ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, ഇതാണ് ജമാൽ രണ്ടത്താണി, വലിയ ഡയറക്ടറാ. ഓ, ഞാൻ പറഞ്ഞില്ലേ വാപ്പച്ചിയുടെ ആൽബത്തിന്റെ കാര്യം. ഈ രണ്ടത്താണി അതിന്റെ ശില്പി. എടി, ഈ പ്രൊഡ്യൂസറോട് ഈ സംവിധായകന് എന്തോ പറയാനുണ്ട്. നീ നടന്നോ? ആ, ശരി ശരി. എന്താ പറയൂ? ഭവതി പെണ്ണുകാണൽ ചടങ്ങിന് വിളിപ്പിച്ചതിന് നേരിട്ട് കണ്ടൊന്ന് അഭിനന്ദിക്കാമെന്ന് കരുതി. വളരെ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. എന്നാ ഞാൻ പോട്ടെ പോട്ടെ. ഡയറക്ടർ ഒന്ന് നിന്നെ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? തൽക്കാലമില്ല. പ്രൊഡ്യൂസർ സാറേ, ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ ഏത് മന്ദബുദ്ധിക്കും പ്രൊഡ്യൂസറാണ്. പക്ഷെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓഹോ, നാളെയല്ലേ ബുദ്ധിമാനായ ഈ സംവിധായകന്റെ ആൽബം ഷൂട്ടിംഗ്. മന്ദബുദ്ധി വിചാരിച്ചാലേ ഷൂട്ടിംഗ് സ്റ്റോപ്പ് ആവും. ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ആക്കും. ഞാൻ പറയുന്നതിനപ്പുറം ബാപ്പയ്ക്ക് ഒന്നുമില്ല. എടി 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 എടി, നീ ആ ഗൾഫാരനും കെട്ടി 4-5 പെറ്റ് എവിടെങ്കിലും ഒതുങ്ങി കഴിയുന്ന നിനക്കല്ല. അല്ലാതെ പ്രതികാരം മാങ്ങാത്തുലി എന്നൊക്കെ പറഞ്ഞ് വരാനാണ് ഭാവമെങ്കിൽ ജമാൽ ഒരിക്കൽ കൂടി തിരിച്ചൊന്ന് നടക്കും. ഇയാളെന്നെ പേടിപ്പിക്കാണോ? പണ്ടത്തെ ആമനെ അല്ലിത്. എന്നെ പറ്റി തനിക്കറിയില്ല. അയ്യോ, നന്നായിട്ടറിയാം. പഠിക്കുന്ന കാലത്ത് സിലബസിൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് താനെങ്കിലും ജമാലിനെ അറിയാടോ തന്നെ. ആ പഴയ ജമാലിന് എന്നെ അറിയില്ല. ഈ ജമാൽ രണ്ടത്താണിക്കും എന്നെ തീരെ അറിയില്ല. എല്ലാ കാര്യം ഞാൻ ഏറ്റുന്നു. ആ, ആൽബത്തിലേക്ക് വേണ്ടി കുറച്ച് ആറ്റൻ പീസുകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ ആ പിന്നൊരു കാര്യം, എമൗണ്ട് അല്പം കൂടുതലായിരിക്കും. ആ അതെ, ആൽബത്തിന് വേണ്ടി ഞാൻ അവിടെ റൂം എടുത്തിട്ടുണ്ട്. അതെ, ബാക്കി ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, പറഞ്ഞ പോലെ. എവിടെയാണിത്? ഹലോ. ആ പേടിപ്പിച്ചു കളഞ്ഞല്ല പറയാ. നീ ഇവിടെ ഒന്ന് വിളിച്ചിരിക്കുക. അതെന്താ യൂണിറ്റ് വണ്ടിന്ന് സാധനങ്ങൾ ഇറക്കണ? എടാ, നിനക്ക് സംവിധാനം ചെയ്യാനുള്ളതല്ലേ ഇതൊക്കെ? ഓ ഭാഗ്യവാൻ. എടാ, ഇതൊക്കെ കൂടി കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ നോന്ന് പറയരുത്. നീ കാര്യം പറ. നോ ആക്കടോ എസ് ആക്കടോ ഒന്ന് കേട്ടിട്ട് പറയാം. എടാ, നമുക്ക് രണ്ടുപേർ കൂടി മുങ്ങ. മനസ്സിലായില്ല. എടാ, ഞാൻ പറയണതേ, ഇപ്പൊ നമ്മൾ മുങ്ങി കഴിഞ്ഞാൽ ആരും അറിയാൻ പോണില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മുങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഡാ, ഇതുപോലെ എത്തിക്കാൻ പെട്ട പാടെന്ന് എനിക്കറിയാലോ. നീ ധൈര്യമായിട്ട് ആക്ഷനും കട്ടും പറഞ്ഞോ. ഇതെങ്ങനെ ഹിറ്റായി കഴിഞ്ഞ നമ്മൾ ആരടാ? ആ അതെ, ഒരു സാധനം കാണിച്ചു തരാം. ഇതെന്താ? ക്ലോസപ്പ്. നീ എന്താ പെട്ടിക്കട തുടങ്ങാൻ പോകണോ? അതൊന്ന് വായിക്കി. ക്ലോസപ്പ്, കൗണ്ടർ സജഷൻ, ട്രോളി ഷോട്ട്. ഇതൊക്കെ ടൂത്ത് വേസ്റ്റുകളുടെ പേര്. ഒരു സംവിധായകൻ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സിനിമ ട്രിക്കുകളാ ഇതൊക്കെ. ഞാനൊരു ബുക്ക് ചെയ്ത് അടിച്ച് പാറ്റിയതല്ലേ. നിനക്ക് ഇത്രയെങ്കിലൊക്കെ അറിയാലോ. മതി, ഇനി ധൈര്യമായിട്ട് അങ്ങ് ഡയറക്ട് ചെയ്തോ. എങ്ങനെയുണ്ട്? എടാ, ഇത് കളിക്കട്ടാ. എടാ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിന്റെ പഴയ അലക്കാരന്റെ ലുക്കൊക്കെ മാറി. ഒരു കറക്റ്റ് എഴുത്തുകാരൻ, ഒരു കവി. കണ്ണട എന്താ കളിക്കുക? ക്ലാസ് ഇല്ലേ? ഇല്ല. അതെന്താ? അതെ, ഞാൻ ഈ സെന്റിമെന്റ്സ് എഴുതുമ്പോ ചിലപ്പോ അറിയാതെ കരഞ്ഞു പോവും. അപ്പൊ ഈ കണ്ട ഉരാണ്ട് തന്നെ ഇങ്ങനെ ഒപ്പിക്കളയാലോ. അത് ശരി. ശാപം. നിക്കവിടെ. നിന്റെ ആൾ താമസമില്ലാത്ത തലയിൽ ദാ എന്റെ വക ഒരു കിരീടം, സംവിധായക കിരീടം. പടച്ചോനെ, ഇന്നു മുതൽ നീ നല്ലൊരു ബാർബറായി ഒരു സംവിധായകനായി അറിയപ്പെടുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ഡിയർ ഫ്രണ്ട്. ഞാൻ എത്ര ഉയരത്തിലായാലും നിന്നെ മറക്കില്ല. ഇനി മുതൽ എന്റെ എല്ലാ സിനിമകൾക്കും നീ തന്നെ തുണിയെടുക്കും. അല്ല, നീ തന്നെ പാട്ട് എഴുതും. എന്താ വിളിച്ചേ? സാർ, ഒന്നുകൂടി വിളിച്ചേ. സാർ. ഓക്കെ സാർ, ഞാൻ എവിടെയൊക്കെ തിരക്കി. എവിടെങ്കിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ കണ്ടെത്താവുന്ന ലോക്കൽ സംവിധായകനല്ല ഈ ജമാൽ രണ്ടത്താണി. ഞാൻ എവിടെയെന്ന് അറിയണമെങ്കിൽ ഞാൻ ഉള്ളടത്ത് ഒന്ന് തിരക്കണമായിരുന്നു. ഓക്കെ. ആട്ടെ, എന്താ സഹസംവിധായക മാറ്റർ? അല്ല, ക്യാമറമാൻ വിളിക്കുന്നു. ക്യാമറമാൻ വിളിക്കുന്നു? ഞാൻ അങ്ങോട്ടല്ല ചെല്ലണ്ടേ. ക്യാമറമാനോട് ക്യാമറ ഇട്ട് ഇങ്ങോട്ട് വരാൻ പറ. അതല്ല സാർ, പൂജയ്ക്ക. അതെ, സോറി.
ഞങ്ങൾ അമ്പലത്തിൽ പോവാറില്ല. ആ പൂജയല്ല സർ, പിന്നെ ഇത് സെറ്റ് നടക്കുന്ന പൂജ. സെറ്റില് പൂച്ച നടക്കുന്നു. പൂജയല്ല, പൂജ പൂജ. പോയമോൻ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും, നമുക്കറിയാൻ മേലണ്ടാ. വാ ഓ പൂച്ചങ്ങി പൂച്ച തത്തെങ്ങി തത്ത. കോയമോനെ, ഇവര് ഏതിലേ കൂടെ നോക്കണം കാണല്ല, ഇതിലെയാണോ? കാണല്ലോ, ഇതൊന്നും കാണണമല്ലോ. ഇങ്ങോട്ടേ ഇതിൽ നോക്കി. എന്ത് കാണണ്ട? ഇതിലും ഒന്നും കാണാനില്ല. ആ ക്യാമറ അവിടെ വെക്കട്ടെ സർ. ഇയാളെ കൊണ്ട് വലിയ ശല്യം ഇട്ടുണ്ട് കേട്ടോ. ക്യാമറ നീ എന്താ മുകളിലേക്ക് നോക്കണേ? തേങ്ങ വീഴാത്ത സ്ഥലം നോക്കിയതാ, അവിടെ തേങ്ങ വീടില്ല. ക്യാമറ അവിടെ വെക്കാൻ പറ. മിസ്റ്റർ ക്യാമറമാൻ, നമുക്ക് ആ ക്യാമറ അവിടെ വയ്ക്കാം. അവിടെയോ? അവിടെ ശരിയല്ലോ സർ. എടോ, ഇയാൾ മേളിലേക്ക് നോക്കിയേ, വല്ല ഉണങ്ങിയ തേങ്ങ ഓല വല്ലതും ഉണ്ടാവും നോക്കിയേ. ക്യാമറ അവിടെ വെച്ച് സേഫ് ആയിരിക്കും. ഇയാൾ ക്യാമറ എടുത്തോ എടുത്തോ. പൊക്കിക്കോ പൊക്കിക്കോ. നിങ്ങളുടെ അതെ, നീ വിട്ടുകൊടുക്കരുത്. നീ താഴെ നുകർത്ത പ്രശ്നമാണ്. പിന്നെ സംവിധായകരുടെ തലയിൽ കയറുന്ന വർഗങ്ങളാണ് ഈ ക്യാമറമാൻമാര്. അതൊക്കെ എനിക്ക് അറിയാൻ പാടില്ലേ? എന്റെ തലയിൽ കയറേണ്ടല്ല, വിവരം അറിയാവൻ. കുത്തി മലത്തി കളി ഞാൻ. അതെ, നീ അറിയിക്കണം. ഇയാള് വരുന്നുണ്ട്. ഇയാളെ കൂടെ വലിയ ചൊല്ലിയായിട്ട് ഇയാളെ പറഞ്ഞോടാ നോക്ക്. ക്യാമറ വെച്ചു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഷോട്ട് ഏതാ? ഇനി എടുക്കാൻ പോകുന്ന ഷോട്ട് അത് ഒരു സൂം ബാക്ക് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റില് സൂം ബാക്ക് അങ്ങനെയല്ലേ കോയമോൻ? അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഒന്നാക്കണ്ട, നാളെന്നായിക്കോട്ടെ. നാളെ നോക്കട്ടെ. ഒരു പണി, ആദ്യത്തെ ഷോട്ടല്ലേ, നമുക്ക് ഇരട്ട സംഖ്യ വേണ്ട, ഒറ്റ സംഖ്യ മതി. ഒരു 5 സൂം ബാക്ക് ഫാസ്റ്റ് ആയിട്ട്. ഹലോ, ആ ക്യാമറയുടെ ബാക്കിലേക്ക് മാറ്. സൂം ബാക്ക് വരാൻ പോണു, മാറ്. സാറേ, മേക്കപ്പ് തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂ. സാറേ, കൈക്കല്ല മുഖത്താണ് മേക്കപ്പ് ഇടേണ്ടത്. എടാ മേക്കപ്പ് കബീർ മുണ്ടക്കയത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മേക്കപ്പ് ഇടണം. പാൻ കേക്ക് തീരും. പാൽ കേക്കോ ക്രിസ്മസ് കേക്കോ എന്തായാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ എല്ലാ ഭാഗങ്ങളും നല്ല ഗ്ലാമർ ആയിരിക്കണം. എടോ മേക്കപ്പ് സാധനമേ, മലപ്പുറത്ത് മാത്രം മുണ്ടക്കയത്തിന് 30,000 ആരാധികമാരാ. 30,000. അതിന്റെ 15,000. സാറിന്റെ മുഖം മാത്രല്ല അവര് നോക്കുന്നത്, സാറിന്റെ അടിമുടി വരെ ഇങ്ങനെ നോക്കണേ. സാർ ജ്യൂസ്. എന്താടോ ഇതിങ്ങനെ? സാർ മുന്തിരി ജ്യൂസ് ഇങ്ങനെയാണ് സാർ. ഇതിലെവിടെ മധുരം? പോയി ഷുഗർ ഇട്ട് വാ. കണ്ടേ എടോ സാധനമേ, ഈ ഫിഗറിന്റെ സീക്രട്ട് കംപ്ലീറ്റ് ഷുഗറാ. പോയി മധുരിട്ട് പാടോ, വൃത്തികിട്ടവൻ പെരിച്ചാഴി. ഷുഗർ. സാർ, ഇയാളാരാ? ഞാനാണ് കോസ്റ്റ്യൂമൽ ലാലു. +2 വിദ്യാർത്ഥികളുടെ യൂണിഫോം റെഡി ആയിട്ടുണ്ട്. ഇയാളൊരു പണി, ആ മുണ്ടക്കയത്തിന് എടുത്തു കൊടുക്ക്. നായിക കോസ്റ്റ്യൂം ഇട്ടാ കുഴപ്പമില്ല, മുണ്ടക്കയത്തിനെ +2 കുറച്ച് പണിയാ സാർ. ഇവിടെ തന്റെ അടുത്ത് ഞാൻ മുണ്ടക്കയത്തിന് സ്കൂളിൽ ചേർക്കാനല്ലല്ലോ പറഞ്ഞത്. അതല്ലേ സാർ? ഇവിടെ അയാളെ താൻ എങ്ങനെയെങ്കിലും അണിയിച്ചൊരുക്കി കൊണ്ടാ. ശരി, മണി സാർ. 10 ഓക്കേ, സമയമാണ്, ടേക്ക് എടുക്കണം. അതെ, സാർ, താൻ പോയി റെഡിയാക്കൊണ്ടു. ആ ചെല്ല് ചെല്ല് ചെല്ല്. ഒറ്റെണ്ണം ശരിയല്ല. ഇതാ, നീ ഇപ്പോഴാ ശരിക്കും ഒരു ഡയറക്ടർ ആയത്. നീ പറയുന്ന കേൾക്കാൻ ഇവിടെ എത്ര പേരാ. അതെ, ഒരു മിനിറ്റ് തന്നെ. കാര്യം നീ എന്റെ പൂർവ്വകാല സുഹൃത്തൊക്കെ ആയിരിക്കും, പക്ഷെ ഈ സെറ്റിൽ വെച്ചിട്ടുള്ള ഇടപെട വിളി ഉണ്ടല്ലോ, അത് വേണ്ട. പിന്നെ സാറേന്ന് വിളിക്കണോ? അതെ, ഇവിടെ നീ എന്റെ കീഴിലാണ്. നീ മാത്രമല്ല, ഇവിടെ എല്ലാവരും എന്റെ കീഴിലാണ്. അത് ശരി, ഒരു ഡയറക്ടറായിട്ടുള്ള എന്നെ തന്നെ നീ ഡയറക്ട് ചെയ്ത് പഠിക്കണം. നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? അതല്ല, ഒരു 10 രൂപ ചോദിച്ചതാ. രാവിലെ ചായ കുടിച്ചിട്ടില്ല. സാർ തുടങ്ങിയിട്ടേ ഉള്ളൂ. സാറ് മേക്കപ്പ് ആണ് ഉദ്ദേശിച്ചത്? അതെ, മേക്കപ്പ് മേക്കപ്പ്